ഇന്നത്തേത് ഒരു കിച്ചൺ പ്ലാനിങ് വീഡിയോ ആണ് കേട്ടോ. അതിനിടയിൽ ഞാൻ എൻ്റെ ഹെന്ന ചെയ്യുന്നത് കൂടി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയൊക്കെ എല്ലാ ദിവസങ്ങളിലൊക്കെ ജോലി ഈസിയാവും. രാവിലെ എത്ര പണിയുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും രാവിലെ ചെയ്യുന്ന ഒരു ജോലി എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇൻഡോർ പ്ലാന്റ്സിന് കുറച്ചൊന്ന് വളമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ്. അതെല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതിന് മുന്നേ ഇൻഡോർ പ്ലാന്റ്സൊക്കെ എങ്ങനെയാണ് നിങ്ങൾ എന്തൊക്കെയാണ് വളം കൊടുക്കുന്നത് ഒക്കെ. ഞാനങ്ങനെ പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടതുണ്ടല്ലോ, അത് ഞാൻ തലേ ദിവസം ഉള്ളിത്തൊലിയും പിന്നെ മുട്ടത്തോട് ഇങ്ങനെയുണ്ടല്ലോ, അത് ഞാൻ കുറച്ച് നമ്മുടെ പച്ചരി കഴുകിയ വെള്ളമില്ലേ അതിൽ കുതിർത്ത് വെക്കും. അത് 2 ദിവസം കഴിയുമ്പോഴാണ് അതെടുത്ത് ഇതുപോലെ അരിച്ച് ഒരു സ്പ്രേ ബോട്ടിലാക്കും. അതിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കും കേട്ടോ. അത് കുറച്ചൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് എല്ലാ ചെടിയുടെ ഇലകൾക്കൊക്കെ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇതുപോലെ സ്പ്രേ ചെയ്ത് കുറച്ച് മാത്രം അതിൻ്റെ ചുവട്ടിൽ കൊടുക്കും കേട്ടോ. അധികം കൊടുക്കരുത്. കാരണം ചുവട്ടിൽ ഒഴിക്കുന്നത് ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇലകൾക്ക് സ്പ്രേ ചെയ്യുന്നത് ഡെയിലി ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത് ബാക്കിയുള്ളത് എനിക്ക് വേറെ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്, അതിനൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ആദ്യം ഞാൻ കിച്ചണിൽ ഇല്ലേനാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാറുള്ളത്. അപ്പം നമുക്ക് എപ്പോഴും കിച്ചണിൽ വരുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് കിട്ടണമെങ്കിൽ ഇതുപോലെ ഇൻഡോർ പ്ലാന്റ്സ് വേണം. എനിക്കിഷ്ടമാണ് കേട്ടോ. ഇതിൽ കുറേ ഉണ്ട് എൻ്റെ കിച്ചണിൽ, ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്കിത് കിച്ചണിൽ എന്ത് ജോലി എടുക്കുമ്പോഴും ഇതിൻ്റെ അടുത്ത് ഇതൊക്കെ ഒന്ന് കണ്ടുകൊണ്ട് നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ക്ഷീണമൊന്നും അറിയില്ല. എനിക്കങ്ങനെയാണ്, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നവർക്ക് ഇതൊക്കെ വെക്കാം. എന്നാൽ ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല ഇങ്ങനെ ചെടികളൊന്നും അകത്ത് വെക്കുന്ന, അങ്ങനെയുള്ളവർക്ക് കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ ഇഷ്ടമുള്ളവർക്കാണ് ഇത് പറയുന്നുള്ളത്. അപ്പോൾ ഇത് ഇൻഡോർ പ്ലാന്റ്സ് ചിലവർ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ അകത്ത് വെക്കുമ്പോൾ അത് വാടൂലേ, അപ്പോൾ പുറത്ത് വെക്കണ്ടേ എന്നൊക്കെ. അതൊന്നുമില്ല. ഞാൻ ഇത് പുറത്ത് കൊണ്ടുവെക്കും. ഒരു 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ ഒന്ന് പുറത്ത് വെക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. അതും വെയിലത്തൊന്നും വെക്കൂല. വെറുതെ നമ്മൾ സിറ്റൗട്ടിൽ വെച്ച് കൊടുത്താൽ മാത്രം മതി. വെയിലത്ത് ഒരിക്കലും വെക്കരുത്. സിറ്റൗട്ടിൽ ഒരു ദിവസം വൈകുന്നേരം കൊണ്ടുവച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് നമുക്ക് ഇതേ സ്ഥലത്ത് കൊണ്ടുവെക്കാം. അല്ലാതെ ഒരിക്കലും വെയിലത്തൊന്നും വെക്കരുത് നമ്മൾ. പിന്നെ ഈ മേലെ വെച്ച ചെടിയുണ്ടല്ലോ, മണി പ്ലാന്റ് ഏറ്റവും മേലെ വെച്ച, അതിനും ഈ ഇലയ്ക്ക് മാത്രമേ ഞാനിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ പുറത്ത് കൊണ്ടുവെക്കുന്നുള്ളത്. അന്നേരം നന്നായി വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിൽ നന്നായി വെള്ളം ഒഴിക്കും. നന്നായി വെള്ളം ഒഴിച്ചിട്ടാണ് പുറത്ത് കൊണ്ടുവെക്കുന്നുള്ളത്. പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് അകത്ത് കൊണ്ടുവെക്കും. ഇത് രാവിലെ ചെയ്യുമ്പോൾ വലിയൊരു പണിയൊന്നും അല്ല, നിങ്ങൾക്കിത് കാണുമ്പോൾ തോന്നുന്നുണ്ടോ, അത്രയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഹെന്ന ചെയ്തിരുന്നു. ഇന്നലെയാണ് കേട്ടോ ഹെന്ന ചെയ്ത്. ഇതിൽ അധികമൊന്നുമില്ല. ഞാൻ പൊടിച്ച മൈലാഞ്ചി പൊടിയാണ്. അതിലേക്ക് ടീ ഡിക്കോഷനിൽ മിക്സ് ചെയ്ത് വെക്കും. പിറ്റേ ദിവസം രാവിലെ, അതായത് മുടിയിൽ തേക്കാൻ നേരത്ത് അതിലേക്ക് ബ്രൂ അല്ലെങ്കിൽ നെസ്കഫെ പൗഡർ ചേർത്ത് കൊടുക്കും. അത് 3 സ്പൂൺ മൈലാഞ്ചി പൊടി എടുത്താൽ 1.5 സ്പൂൺ കോഫി പൗഡർ എടുക്കും. ഹെന്ന പാക്ക് ഇട്ടതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞ് കുളിച്ചതാണ്. അപ്പോൾ തലേ ദിവസമാണ് നമ്മൾ ഹെന്ന പാക്ക് ഇട്ടത്. അത് കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് അന്ന് വൈകിട്ട് തന്നെ 2ാമത്തെ പാക്ക് ഇടാം. ഞാൻ പക്ഷേ പിറ്റേ ദിവസം രാവിലെയാണ് ഇപ്പോൾ ഇത് തലയിൽ ഇടാൻ പോകുന്നത്. വെറും വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്യുന്നുള്ളത്. 1 മണിക്കൂർ കഴിയുമ്പോൾ കഴുകിക്കളയാം. ഹെന്ന ചെയ്താൽ ഞാൻ 2 മണിക്കൂർ എന്തായാലും മിനിമം വെക്കും. അത് കഴിഞ്ഞിട്ടേ കഴുകാറുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇൻഡിഗോ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്ത് 1 മണിക്കൂറിന് ശേഷം കഴുകി കുളിയൊക്കെ കഴിഞ്ഞാണ് ഇപ്പോൾ എല്ലാ ജോലിയും ഇപ്പോൾ തീർക്കുന്നുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അത് മുടിയിൽ അപ്ലൈ ചെയ്തിരുന്നു. നീരിറക്കമൊക്കെ വരുന്നവരാണെങ്കിൽ അത്ര രാവിലെ ഒന്നും ചെയ്യണമെന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ഗ്രോസറി ഐറ്റംസ് എല്ലാം ഉണ്ട്. അത് തീർന്നതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ട് ഇതിൽ വെച്ചതുണ്ട്. എനിക്ക് സമയമുള്ളതിനനുസരിച്ചായിരുന്നു ഞാൻ വെക്കുന്നത്. പക്ഷേ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് എല്ലാം ഒന്ന് വെച്ച് അതാത് സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മളെല്ലാ പണിയും തീരും. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് പുറത്തേക്ക് എടുക്കുകയാണ് കേട്ടോ. കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഞാനിതെല്ലാം ഇട്ട് വെക്കാനില്ലേ അളുവെല്ലാം ഉണ്ടല്ലോ, അത് ഇലാന്ന് കേട്ടോ കഴുകി ഉണക്കി വെക്കാറ്. അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ ഒരുമിച്ച് തന്നെ കിട്ടും. അല്ലെങ്കിൽ നമ്മളതും തപ്പി നടക്കണം എവിടെയാണ് അളുവില്ലതെന്ന് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് കൂടുതലുള്ള സാധനം അതുപോലെ വലിയ ബോട്ടിലാക്കിയിട്ട് വെക്കാം. പിന്നെ ചിലതിന് അതാത് ബോട്ടിൽ തന്നെ ഞാൻ ഇട്ട് വെക്കാറാണ് കേട്ടോ. എപ്പോഴും തീരുമ്പോൾ അത് തന്നെ കഴുകി അത് തന്നെ ഇട്ട് വെക്കും. ഇത് ഞാൻ അരിയുടെ പാത്രമാണ്. ഇതെപ്പോഴും ഇതിൽ തന്നെ ഇടാറാണ് കേട്ടോ. പുഴുക്കലരി ഇടുന്ന പാത്രമാണ്. ഇത് ഞാൻ ഒരു 3 മാസം കൂടുമ്പോഴേ കഴുകാറുള്ളൂ. ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴൊന്നും കഴുകാറില്ല കേട്ടോ. 3 മാസത്തിൽ ഒരു പ്രാവശ്യം അരി ഇടുന്ന പാത്രം ഞാൻ കഴുകാറില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് അരിയായിട്ടേ വാങ്ങിക്കാറുള്ളൂ. എപ്പോഴും ഒരു 5 കിലോ അത്രയും മേടിക്കല്ലോ കേട്ടോ. പെട്ടെന്ന് തീരാറില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇത് കുറച്ച് മയണൈസ് ഉണ്ട് ഇവിടെ, അത് കുട്ടികളായിട്ട് മേടിച്ചതാണ്. അപ്പോൾ അത് പാക്കറ്റിലായതുകൊണ്ട് അതങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഒരു ബോട്ടിലാക്കിയിട്ട് വെക്കാമെന്ന്. അപ്പോൾ ഞാനിത് ഒരു
വെള്ളത്തിൻ്റെ ബോട്ടിലാണ് എടുക്കുന്നത് കുട്ടികളിൽ. അത് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലാകുമ്പോൾ ഫ്രിഡ്ജിൽ എളുപ്പത്തിൽ വെക്കാം. അധികം സ്ഥലം വേണ്ടല്ലോ, നമുക്ക് ഡോറിൽ വെള്ളത്തിൻ്റെ ബോട്ടിൽ വെക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇത് വെക്കുകയും ചെയ്യാം. ഇതിൻ്റെ മൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ ഒരു ഹോളുണ്ട് കേട്ടോ, അതിൽ കൂടി നമുക്ക് സ്പൂൺ ഇട്ടിട്ടും എടുക്കാൻ പറ്റും. അടുത്തത് കുറച്ച് ഫ്ലാക്സ് സീഡ് വാങ്ങിച്ചതാണ്. ഫ്ലാക്സ് സീഡ് ഞാൻ എപ്പോഴും സലാഡ്സിലും പിന്നെ സ്മൂത്തിയിൽ ഇങ്ങനെയൊക്കെ ഇടാറുണ്ട്. അതുകൂടാതെ ഞാൻ കുറച്ച് നട്ട്സും സീഡ്സൊക്കെ ഉപയോഗിച്ച് അതൊന്ന് വറുത്ത് പൊടിച്ച് ഇങ്ങനെ ബോൾസാക്കി വെക്കും. അപ്പോൾ ഓരോ ബോൾസ് ഡെയിലി കഴിക്കുന്നത് നല്ലതാണല്ലോ നമ്മളെ ഹെൽത്തിന്. എല്ലാ സീഡ്സും ഉപയോഗിക്കും കേട്ടോ, ഈ പോലെ പംകിൻ സീഡ്സും അങ്ങനെ നമുക്ക് കിട്ടുന്നത് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് എന്തും ഉപയോഗിക്കാം നമുക്ക്. അപ്പോൾ അടുത്തത് ഞാൻ എല്ലാം കിച്ചൺ സ്റ്റോർ ചെയ്യുന്ന രീതി കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പുട്ടുപൊടി, ഇടിയപ്പപ്പൊടി ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ, ഇത് ഞാൻ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ബോക്സിൽ ഇട്ട് വെക്കട്ടോ. ഇതിൽ പലതരത്തിലുള്ള പുട്ടുപൊടി ഉണ്ട്, റാഗി പുട്ടുപൊടി അങ്ങനെയുണ്ട്, ഇടിയപ്പപ്പൊടി. അപ്പോൾ ഞാൻ ഉപയോഗിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ വേറെ പാത്രത്തിലിട്ട് വെക്കാറില്ല, ഇതേപോലെ ഒന്നിലിട്ട് വെക്കാറാണ്. പിന്നെ എക്സ്ട്രാ ഉള്ള പാക്കറ്റ്സ് ഉണ്ടാവില്ല നമ്മൾ വാങ്ങിക്കുന്ന പൊടികളൊക്കെ, അതെല്ലാം ഇതേപോലെ ഒരു ബോക്സിലാക്കി എടുത്ത് വെക്കാറാണ് മൂടിയിട്ടിട്ട്. അപ്പോൾ ഞാൻ എന്ത് വാങ്ങിക്കുമ്പോഴും ഇതിനകത്ത് നോക്കും, ഇങ്ങനെ സാമ്പാർ പൊടിയോ മുളക് പൊടിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഉണ്ടോ എന്നുള്ളത്. പിന്നെ തീർന്നത് ഞാൻ അപ്പം തന്നെ നോട്ട് ചെയ്ത് വെക്കും, എന്നാലും നമുക്ക് വാങ്ങിക്കാൻ പോകുമ്പോൾ എളുപ്പമായല്ലോ. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഓരോന്നായിട്ട് ഇതിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ, വെച്ചിട്ടുണ്ട്. കുറച്ച് ഇത് അവലാണ്, അവൽ വെച്ച് ഞാൻ ഇടയ്ക്ക് ചട്നിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കുന്നത് സാമ്പാർ പൊടി ഇട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അവൽ കുറച്ച് തേങ്ങയും സാമ്പാർ പൊടിയും ഒരു നുള്ള് പഞ്ചസാരയും ചേർത്ത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയോ ഈവനിങ് സ്നാക്കായിട്ടോ നമുക്ക് ഉപയോഗിക്കാം. ഇത് ഓട്സാണ് കേട്ടോ. ഓട്സ് അവരും ഓട്സൊക്കെ അടുത്ത് വെക്കുന്നുണ്ട്, അതിൻ്റെ തന്നെ ഒന്ന് മുറിച്ച് അതിലൊട്ടിച്ച് കൊടുത്താണ്. പിന്നെ ഇത് കടലപ്പൊടിയാണ്. കടലപ്പൊടിയും ഞാനിത് ഇതിൽ സൈഡിൽ എഴുതിയിട്ടുണ്ട്, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, എന്നാലും അത് ഒട്ടിച്ച് വെച്ചു എന്നേ ഉള്ളൂ. അടുത്ത് കുറച്ച് മുളകാണ്. ഇത് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഞാൻ ഉണക്കി ഒരു ഏപ്രിൽ മെയ് മാസത്തിൽ തന്നെ ഒരുപാട് പൊടിച്ച് വെക്കും. അതിന് ശേഷം ഞാൻ മുളക് വാങ്ങിക്കുന്നത് എന്തിനാ വെച്ചാൽ നമുക്ക് മുളക് പൊട്ടിക്കാനും പിന്നെ ചില്ലി ഫ്ലേക്സൊക്കെ ഉണ്ടാക്കണ്ടേ, അതിന് വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇന്നലെ എനിക്ക് നല്ല വെയിൽ കിട്ടി, അതുകൊണ്ട് ഞാൻ കഴുകി ഉണക്കിയൊക്കെ വെച്ചതാണ്. വെയിലുണ്ടെങ്കിൽ മാത്രമേ ഈ പണി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അല്ലെങ്കിൽ നമ്മൾ കഴുകിയതിന് ശേഷം ഒന്ന് വെള്ളം കളഞ്ഞ് ഉപ്പിയൊക്കെ വെള്ളം കളയണം നല്ലോണം. വെള്ളം കളഞ്ഞാൽ നമുക്ക് വെറുതെ ഒന്ന് ചൂടാക്കി എടുക്കാം, ഒരു തവ വെച്ചിട്ട് നന്നായി ചൂടാക്കി എടുക്കാം. ഇപ്പം ഞാനിത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ വേണ്ടത്, ഏകദേശം ഒരു മാസം വേണ്ടത് ചില്ലി ഫ്ലേക്സ് ഒരുമിച്ച് ഉണ്ടാക്കി വെക്കും. എനിക്ക് അപ്പം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ആദ്യം വെറുതെ മുളക് അടിക്കാം, അത് കഴിഞ്ഞ് വെളുത്തുള്ളി ചേർത്ത് അടിച്ച്. നമ്മൾക്ക് അധികം തോരൻ വെക്കുമ്പോഴും ചില്ലി ഫ്ലേക്സ് വെച്ചിട്ടാണ് വേണ്ടത്. പച്ചമുളക് ഇട്ടിട്ട് വെക്കുന്ന അധികം ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് കുറച്ച് അധികം തന്നെ വേണം ചില്ലി ഫ്ലേക്സ് എപ്പോഴും. അപ്പോൾ ഞാനിത് ഇതേപോലെ ആക്കി ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ് കേട്ടോ. ഫ്രീസറിലൊന്നും വെക്കണ്ട, പക്ഷേ പുറത്ത് വെച്ചാൽ ചിലപ്പോൾ ഈ വെളുത്തുള്ളി ചേർത്തുകൊണ്ട് കേടായി പോകും. അപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. ഇനി ബാക്കിയില്ലേ മുളകുണ്ടല്ലോ, അത് ഞാനിത് ഇതുപോലെ കട്ട് ചെയ്ത് 2 പാത്രത്തിലായി വെക്കും. എനിക്ക് 2 കിച്ചൺ ഉണ്ട്, അപ്പോൾ 2 കുക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ 2 പാത്രത്തിലേക്കായിട്ടാണ് വെക്കുന്നത്. ഈ ഒന്ന് ഞാൻ ആ മസാല ബോക്സാണ് ഒരു കിച്ചണിൽ വെക്കുന്നത്, മറ്റേതിൽ ബോക്സിലിട്ടിട്ട് വെക്കലാണ്. അപ്പോൾ ഇതിലേക്ക് 2ലേക്കും ഒരേ ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാം. ഇതുപോലെ കത്രിക വെച്ച് കൈ കൊണ്ടാകുമ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പും കിട്ടില്ല, പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് പൊട്ടിച്ചെടുക്കണമല്ലോ. അപ്പോൾ ഇത് 2ലും ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ മസാല ബോക്സിൻ്റെതാണ്, അതിൽ തന്നെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നിറച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ, ഇത് ഞാൻ പുറത്ത് കൊണ്ടുപോയി വെറുതെ ഇടും. അപ്പോൾ അവിടെ തൈ മുളച്ച് നമുക്ക് അതിൽ നിന്ന് പച്ചമുളകും പറിക്കാൻ പറ്റും. എനിക്കുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകൊക്കെ കിട്ടും. എല്ലാം ഒന്നും മുളച്ച് വരില്ല, പക്ഷേ മുളച്ചതായി അങ്ങനെയാണ് ഞാൻ കൊണ്ടിടാറുള്ളത്. ഇനി ഈ പാത്രത്തിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സൈസുള്ള പാത്രം എടുത്തിട്ട് നമുക്ക് ഓരോന്നും നിറച്ച് കൊടുക്കാം. ഇത് വെല്ലത്തിൻ്റെ പാത്രമാണ്, അതായത് ശർക്കരേൻ്റെത്. അപ്പോൾ ഇതിൽ മേടിച്ചതുണ്ടായിരുന്നു, അതിട്ട് വെച്ചിട്ട് നമുക്ക് ഓണത്തിന് വേണമല്ലോ ഇനി പായസം ഉണ്ടാക്കാൻ. അപ്പോൾ ഇപ്പോൾ ഞാനിതെന്താ വെച്ചാൽ എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇനി ബാക്കി എത്ര സാധനങ്ങൾ മേടിക്കാനുണ്ട് ഓണത്തിനാകുമ്പോൾ എന്നുള്ളത്, അതിൻ്റെ ലിസ്റ്റും കൂടി റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഓണത്തിന് ഞാൻ എപ്പോഴും ഉണ്ടാക്കൽ ചെറുപരിപ്പ് പായസമാണ്, വെല്ലൂട്ട്. അതാണ് ഈ വീട്ടിലെല്ലാവർക്കും ഇഷ്ടം. പിന്നെ ഇത് പഞ്ചസാരയാണ് കേട്ടോ ഞാൻ നിറച്ച് കൊടുക്കുന്നില്ല. പഞ്ചസാര ഇവിടെ അധികം ചിലവാകാറില്ല, ഞാനൊന്നും തീരെ പഞ്ചസാര ഉപയോഗിക്കുന്നില്ല. ചായയിലോ കാപ്പിയിലോ ഇതിലും ഉപയോഗിക്കാറില്ല പഞ്ചസാര. അപ്പോൾ നമുക്ക് അധികമൊന്നും ഇവിടെ പഞ്ചസാര ചിലവാകില്ല. പിന്നെ ഇത് റവയാണ് കേട്ടോ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. ഉപ്പുമാവ്
ഒക്കെ ഉണ്ടാക്കും. ചിലപ്പോൾ സീറ ഇതൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് റവ വേണം. പിന്നെ കടല നമുക്കിനി ഓണത്തിന് കൂട്ടുകറി ഇങ്ങനെ എല്ലാത്തിനും വേണമല്ലോ. അപ്പോൾ ഞാൻ കടല വാങ്ങിയതുണ്ട് ഇവിടെ. അപ്പോൾ അത് ഇനി വാടിക്കണ്ട. അപ്പോൾ ഇതിലുള്ള കടല ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒന്ന് തുടച്ച് കൊടുത്തിട്ട് ഈ പാത്രമെല്ലാം ഞാൻ ഒരു 2 പ്രാവശ്യം നിറക്കുമ്പോൾ കഴുകാൻ ശ്രമിക്കലുണ്ട്. ഇപ്പോൾ ഇതാ ഇതിൽ മണ്ണൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴുകിയതുകൊണ്ട് ഇതിലൊന്നും പൊടിയോ മണ്ണോ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ അതേപോലെ ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ 2-3 പ്രാവശ്യം നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ കഴുകിയാൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ ഇത് അഴുക്കാവില്ല. അല്ലെങ്കിൽ ഈ പുറത്തൊക്കെ ഒരു കളർ ഉണ്ടാവില്ല പാത്രത്തിന്. അതെനിക്കിഷ്ടമല്ല കേട്ടോ. തീരെ കളറില്ലാത്ത അതിൽ തന്നെ ഇട്ട് വെക്കുന്നത്. ഇത് നിലക്കടലയാണ്. നമുക്ക് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ നിലക്കടല എന്തായാലും വേണമല്ലോ. അതിട്ടാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടില്ല. റോസ്റ്റഡ് അല്ല കേട്ടോ, സാധാരണ പച്ച നിലക്കടലയാണ് വേണ്ടത്. അതിന് അടുത്തതായിട്ട് ഞാൻ നിറച്ച് കൊടുക്കുന്നത് ഒരു പ്രോട്ടീൻ പൗഡറാണ്. അപ്പോൾ നിങ്ങൾ ഈ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഞാൻ പറയാം, ഏറ്റവും നല്ലൊരു പ്രോട്ടീൻ പൗഡറാണിത്. നമ്മളൊരു 50+ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഈ പ്രോട്ടീൻ പൗഡർ കഴിക്കേണ്ടതാണ്. എന്തായാലും നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് അതിന് ആവശ്യമുള്ളത്ര പ്രോട്ടീൻ കിട്ടാതെ വരുന്നുണ്ട്. ഇത് എർത്ത് ഫുള്ളിൻ്റെ പ്ലാന്റ് പ്രോട്ടീനാണ്. ആപ്പിൾ കാഡമം ഫ്ലേവറാണ് ഇതിന്. ഇത് എനിക്ക് കുട്ടികളാണ് വാങ്ങിച്ചു തന്നത്. എൻ്റെ മോനും മരുമോളും വാങ്ങിക്കുമ്പോൾ ആ കൂട്ടത്തിൽ എനിക്ക് കൂടി വാങ്ങിച്ചത്. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ വാങ്ങിക്കുന്നവർക്ക് ഇത് നല്ല ഒരു ഓപ്ഷനാണ്. ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഇതിന് പ്രൈസ് വരുന്നത് 500 ഗ്രാമിന് 1290 രൂപയാണ്. ഇത് വേറൊരു ഫ്ലേവറിൻ്റെ ഒരു സാഷേ പാക്കറ്റാണ്. അപ്പോൾ ഇത് ഞാൻ തുറന്നിട്ട് ചെറിയൊരു ബോക്സിൽ വെക്കുന്നുണ്ട്. കാരണം ഇത് തുറക്കാതിരുന്നാൽ നമ്മൾ ആരും ഉപയോഗിക്കില്ല. അപ്പോൾ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ നിന്ന് ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഓരോ സ്പൂണ് നമ്മളിത് മിക്സ് ചെയ്ത് വെറുതെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കുടിക്കാറ്. ഇതേപോലെ ഇറക്കി വെച്ചാൽ പിന്നെ ഞാനിനിയിപ്പോൾ ഓരോ സാധനവും തീർന്നത് ഇതിൽ എഴുതി വെക്കാം കേട്ടോ. എന്നാലും എനിക്ക് സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ടാവില്ല. എത്ര മേടിച്ചാലും ഓരോന്നും വിട്ടിട്ട് വരും, പിന്നെയും പോണ്ടി വരും. അപ്പോൾ ഇതിൽ ഓരോന്നും ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്. കടുക്, ഇങ്ങനെയുള്ള സാധനം, മഞ്ഞൾപ്പൊടി ഇതൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇതിൽ എഴുതി വെക്കും. പിന്നെ ഓരോന്നും ഓർമ്മ വരുമ്പോൾ എല്ലാം ലിസ്റ്റ് ഓർമ്മ വരുമ്പോൾ ഇതിൽ എഴുതിയിട്ട് വെക്കാം. അപ്പോൾ പപ്പടം ആയാലും പച്ചക്കറി ആയാലും തീർന്നു കഴിഞ്ഞാൽ പോണാകുമ്പോൾ നമുക്ക് എത്രയായാലും നേരത്തെ മേടിച്ച് വെക്കണമല്ലോ. സമയമാകുമ്പോൾ ഭയങ്കര തിരക്കുമായിരിക്കും. ഓരോ ഷോപ്പിൽ പോയാൽ നമുക്കറിയാം. അപ്പോൾ അതെല്ലാം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് നേരത്തെ മേടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ നേരത്തെ എല്ലാം പ്ലാൻ ചെയ്ത് വെക്കുന്നത്. ഇതൊരു മീൽ പ്ലാനറാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് എന്തെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഓരോ ദിവസം വേണ്ടതെന്ന് ഇതിൽ എഴുതി വെച്ചാൽ നമുക്ക് അതിനനുസരിച്ചിട്ടും സാധനം മേടിക്കാൻ പറ്റും. ഇതിൻ്റെ ബാക്കിൽ മാഗ്നറ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു റേസറും വരുന്നുണ്ട്, ഒരു പേനയും വരുന്നുണ്ട്. അപ്പോൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മായ്ക്കാനും പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.